അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നല്ലൊരു അവസരമാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് നാം ശ്രദ്ധിക്കേണ്ട കാര്യവും ഇന്നത്തെ മഗ്‌രിബ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന രാത്രിയെ കുറിച്ച് മുത്ത ഹബീബ് പറഞ്ഞത് യൗമു തർവിയ എന്നാണ്. നാളത്തെ രാത്രിയെ കുറിച്ച് പറഞ്ഞത് ഇന്ന് ലൈലത്തുൽ തർവിയാണ്, നാളത്തത് ലൈലത്തുൽ അറഫ, അത് അറഫയുടെ രാത്രി, മറ്റന്നാള് ലൈലത്തുൽ നഹർ, അതായത് പെരുന്നാളിന്റെ രാത്രി. ഈ 3 രാത്രി അത്ഭുതമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, സ്വർഗം നിർബന്ധമാണ്. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം നിർബന്ധമാണ് എന്ന് പറഞ്ഞ വ്യക്തികളുണ്ട്. അവരാരെന്നറിയുമോ? മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വ്യക്തികൾ നാം പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഇന്നും നാളെയും മറ്റന്നാളും ഈ 3 രാത്രികൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ശ്രദ്ധിച്ചാൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ എന്താണ്? നമുക്ക് നാളെ പരലോകത്തും ഇഹത്തിലും കിട്ടുന്ന പ്രതിഫലം എന്താണ്? ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പ്രധാനപ്പെട്ട നിസ്കാരത്തെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ രാത്രി യൗമു തർവിയാണ്. ഇന്നത്തെ രാത്രി ആരെങ്കിലും ഹയാത്താക്കിയാൽ എങ്ങനെയാണ് ഹയാത്താക്കുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അഹ്യ, അതായത് ഒരാള് 5 രാത്രികൾ ഹയാത്താക്കിയാൽ വജബത്ത് ലഹുൽ ജന്ന, അവനിക്ക് സ്വർഗം നിർബന്ധമാണ്. ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? നാം നിരന്തരമായി ആഗ്രഹിക്കുന്ന ഒരു ലോകമാണ് സ്വർഗം. സ്വർഗത്തിൽ എത്തണമെന്നുള്ളത് നിർബന്ധമാണ്. എത്തില്ലെങ്കിൽ അതൊരു വൻ പരാജയമാണ്. മറ്റേത് പരാജയവും നമുക്ക് സഹിക്കാൻ പറ്റും, ഏത് ഭീകരത നമുക്ക് സഹിക്കാൻ പറ്റും. പക്ഷേ സ്വർഗം നഷ്ടപ്പെട്ടു എന്ന് അള്ളാഹുവിന്റെ തീർമാനം നമ്മുടെ മേലിൽ രേഖപ്പെടുത്തിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത് തീരാ നഷ്ടമാണ്. ഇവിടെ എന്തെങ്കിലും നമുക്ക് വന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മരണമുണ്ട്, നമുക്കത് കഴിഞ്ഞു. പക്ഷെ നാളെ പരലോകത്ത് മരണമില്ലല്ലോ. അനുഭവിക്കേണ്ടി വരും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാക്കട്ടെ. അവിടെ മരണമില്ല. സുമ്മ ലാ യമൂതു വലാ യഹ്യ, മരണമോ അല്ലെങ്കിൽ നല്ലൊരു ജീവിതമോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ എത്തണം. ആ സ്വർഗത്തിന് വേണ്ടി എന്ത് വില കൊടുക്കാൻ നാം തയ്യാറാകണം. ആ സ്വർഗം നിർബന്ധമാകുന്ന വിഭാഗത്തിൽ നമുക്ക് പെടാൻ അള്ളാഹു നൽകിയ അവസരം ഉപയോഗപ്പെടുത്തരുത്. 5 രാത്രികൾ പറഞ്ഞു, അതിന് 3 രാത്രിയും ഇൻഷാ അല്ലാഹ് ഈ മാസത്തിൽ തന്നെ തുടരെയായിട്ടുണ്ട്. 2 രാത്രി ഏതറിയോ? ചെറിയ പെരുന്നാളിന്റെ രാത്രി, ബറാത്ത് രാത്രി. ഈ 2 രാത്രി ഒഴിവാക്കി. പിന്നെ 3 രാത്രി ഏതറിയോ? ഇന്നത്തെ രാത്രി, ഇന്ന് മഗ്‌രിബിന്റെ ശേഷമുള്ള രാത്രി, നാളത്തെ രാത്രി, മറ്റന്നാളുടെ രാത്രി, 3 രാത്രി. ഈ 5 രാത്രികളെ ഹയാത്താക്കുന്ന സ്വർഗം നിർബന്ധമാണെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ 3 രാത്രികളെയും അള്ളാഹു ഈ മാസത്തിൽ തന്നെ പരിശുദ്ധമായ ദുൽഹിജ്ജ 10 തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യൗമു തർവിയ ഇന്നത്തെ രാത്രി, അതുപോലെ അറഫ, ലൈലത്തുൽ അറഫ, അറഫയുടെ രാത്രി, ലൈലത്തുൽ നഹർ പെരുന്നാളിന്റെ രാത്രി, 3 രാത്രി. ഈ 3 രാത്രി നാം ധന്യമാക്കിയാൽ പിന്നെ വരുന്ന ചെറു പെരുന്നാളിന്റെ രാത്രിയാണ്, പിന്നെ ബറാത്ത് രാത്രി, പിന്നെ 2 രാത്രി. അപ്പൊ ഈ 3 രാത്രി നമുക്ക് തുടരായി കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. എന്നതാണ് അത് ഏത് ദിവസമാണ് ഇങ്ങനെ കാത്തു നിൽക്കണം ദിവസത്തിന്. അപ്പൊ ഈ 3 രാത്രി എല്ലാം ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ 2 രാത്രി ഉള്ളൂ. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ഹയാത്താക്കേണ്ടത്? ഹയാത്താക്കിയാൽ തീർച്ചയായും നാം വിജയിച്ചു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനേക്കാൾ വലിയ വിജയം എന്നാണ്? സ്വർഗം അവനിക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ആരാണ് പറയുന്നത്? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവർ, നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യുന്നത്. അപ്പൊ യൗമു അറഫ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, യൗമു തർവിയ എന്ന് പറയുമ്പോൾ ഇന്ന് യൗമു തർവിയ ആർക്കാണ്? വിദേശത്തുള്ളവർക്ക്, സൗദിയിലേക്ക് ഇന്ന് യൗമു തർവിയാണ്. അതുകൊണ്ട് യൗമു അറഫ നാളെ യൗമു അറഫയാകുമ്പോൾ നമുക്ക് യൗമു അറഫയാകണ്ടേ? ഇല്ല. നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് ദുൽഹിജ്ജ 9 ആകുന്നത്, അന്നാണ് നമുക്ക് യൗമുൽ അറഫ. ഗൾഫിൽ ഏത് ദിവസമാവട്ടെ, സൗദിയിൽ ഏത് ദിവസമാവട്ടെ, അറഫ ദിവസം അവരെല്ലാം അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് യൗമു തർവിയാണല്ലോ. പിന്നെ നമുക്കതെങ്ങനെ അറഫല്ല? അത് അവിടെ നോക്കാനല്ല, നമ്മുടെ നാടിന്റെ സാഹചര്യം, നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ദുൽഹിജ്ജ 9 എപ്പോഴാണ് വരുന്നത്, അപ്പോഴാണ് യൗമു അറഫ. ദുൽഹിജ്ജ എപ്പോഴാണ് 8 വരുന്നത്, അന്നാണ് യൗമു തർവിയ. അങ്ങനെയാണ് നാം നോക്കേണ്ടത്. കാരണം ഇപ്പൊ ഈ സമയത്തൊക്കെ ചില നാടുകളിൽ ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്നുണ്ടാകും. അതേ സമയത്ത് അവർ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമാന്റെ സമയത്ത് ചില നാടുകളിൽ ഇരുട്ടായിരിക്കും. അമേരിക്ക പോലത്തെ നാടുകളിൽ ഇരുട്ട്. അവിടെ അവിടെ നിസ്കാരമില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്കരിക്കാതെ എന്നാൽ തീർച്ചയായും കുറ്റക്കാരാകും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തറിയോ? നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വീകരിക്കാതിരിക്കാത്ത ചില വിഭാഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഈ പിണങ്ങി കഴിയുന്നത്. അതാദ്യം മാറ്റണം.
നമ്മുടെ അയൽവാസികളുമായിട്ടോ കുടുംബങ്ങളായിട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ടോ അല്ലെങ്കിൽ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരുമായിട്ടോ അങ്ങനെയുള്ള പിണക്കങ്ങൾ ആദ്യം മാറ്റാം. അവർക്കൊന്ന് സലാം പറഞ്ഞിട്ടോ ഫോൺ വിളിച്ചോ അത് മാറ്റാം. നാം ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കണമെങ്കിൽ അതാദ്യം പ്രധാനപ്പെട്ട് നാം ശ്രദ്ധിക്കണം. നമ്മുടെ പിണക്കങ്ങൾ ആദ്യം നാം മാറ്റുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ മഗ്‌രിബ്, അതുപോലെ ഇശ, സുബ്ഹ്, കഴിയുമെങ്കിൽ അസ്ർ, ദുഹർ, ഇതൊക്കെ നാം ഇമാം ജമാഅത്തായി നിസ്കരിച്ചാൽ തന്നെ രാത്രി നാം ഇത് മഗ്‌രിബ്, ഇശ, സുബ്ഹ് ഇത് ഇമാം ജമാഅത്തായി നിസ്കരിച്ചാൽ തന്നെ മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവനിക്ക് രാത്രി മുഴുവനും ഹയാത്താക്കിയ പ്രതിഫലം നൽകപ്പെടുമെന്നാണ്. അതുകൊണ്ട് ഇത് മറക്കരുത്. ഒന്ന്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഉദോടുകൂടി നാം ഉറങ്ങുക. ഉദോടുകൂടി നാം ഉറങ്ങുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് അല്ലാഹു നൽകുന്നത്, അതായത് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിഫലം അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. രാത്രി മുഴുവനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സാധിക്കാത്തവർക്ക് ഇതുപോലെ ചെയ്ത് ഇൻഷാ അല്ലാഹ് രാത്രിയുടെ പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ട സൂറത്തുകൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് മറക്കരുത്. അതുപോലെ സൂറത്തുൽ മുൽക്ക്, വാഖിയ, യാസീൻ, റഹ്മാൻ, ഇങ്ങനെ പ്രധാനപ്പെട്ട സൂറത്തുകളും പ്രധാനപ്പെട്ട ആയത്തുകളും, ആയത്തുൽ കുർസി, അതുപോലെ ലൗ അൻസൽന, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആമന റസൂലി, പ്രധാനപ്പെട്ട ആയത്തുകൾ, ഹദ്ദാദ് റാത്തിബുകൾ, ഇതൊക്കെ ദിക്റുകളെ കൊണ്ടും ഖുർആനുകളെ കൊണ്ടും ഇന്നത്തെ രാത്രി നാം ധന്യമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതോടൊപ്പം ഇന്ന് പ്രത്യേകമാണ്, ഇന്നൊരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് സ്വതക്കയുടെ കാര്യം പ്രധാനപ്പെട്ടതാണ്. സ്വതക്ക എന്തെങ്കിലും കഴിയുമെങ്കിൽ നമ്മുടെ പാവപ്പെട്ട കുടുംബത്തിലെ വീട്ടിലുള്ള കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. അവർക്ക് നാം കൊടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അമ്പിയാക്കളൊക്കെ നേരെ സ്വതക്ക ഏൽപ്പിച്ച ആ പുണ്യമാണ് ഇന്ന് അല്ലാഹു നമുക്ക് നൽകാൻ പോകുന്നത്. എത്രത്തുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. അതോടൊപ്പം മറ്റന്നാള്, അതായത് ഞായറാഴ്ചയാണ് നമുക്ക് അറഫയുടെ നോമ്പ്. അറഫയുടെ നോമ്പ് സുന്നത്ത് നോമ്പ് ഞാൻ നോക്കുന്നത് നിയത്ത് വെച്ച് അറഫയുടെ നോമ്പ് നോക്കുക. എനിക്ക് 8യുടെ നോമ്പ് നോക്കുന്ന പറഞ്ഞിട്ട് അറബിയുടെ നോമ്പിൽ നിയത്ത് വെച്ച് നോമ്പ് നോക്കുക. കാരണം അറഫാന്റെ ദിവസത്തിന്റെ ദുആക്ക് പറഞ്ഞാൽ വലിയതാണ്. ഇന്നത്തെ ദുആക്കും പ്രത്യേകത ഉണ്ട്. അറഫയുടെ ദുആയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഖൈറു ദുആഇ അറഫ, അറഫ ദിവസത്തിന്റെ ദുആ എന്ന് പറഞ്ഞാൽ അത് ഹൈറായ ദുആ. കാരണം ഇജാബത്ത്. ഒരാൾ വന്ന് യാചകൻ വന്നപ്പോ ബഹുമാനപ്പെട്ട സാനി ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇന്ന് യൗമ അറഫയിൽ ഇന്നും അല്ലാഹുവല്ലാത്ത മറ്റൊരാളോട് ചോദിക്കുകയാണ്. കാരണം ഇന്ന് അല്ലാഹു നമുക്ക് പ്രതിഫലം, നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുന്ന അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിക്കണ്ടേ, ഇന്നും മറ്റുള്ളവരോട് ചോദിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇന്നത്തെ ദിവസം അത്രയും പ്രധാനപ്പെട്ടതാണ് അറഫയുടെ ദിവസം എന്ന് മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അറഫ ദിവസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പൊ നാളത്തെ യൗമു തർവിയുടെ നോമ്പ് ഒരാൾക്ക് നോക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രതിഫലം അവനിക്ക് രേഖപ്പെടുത്തുമെന്നാണ്. അതേസമയത്ത് അറഫയുടെ നോമ്പ് നോക്കിയാൽ അവന്റെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടുമെന്നാണ്. ഇതുവരേക്കും ഏറ്റ നോമ്പിന് 1000 പ്രതിഫലമാണെങ്കിൽ അറഫയിലേക്ക് എത്തുമ്പോൾ അത് 10,000 കൂടുന്നു. കാരണം ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് അറഫയുടെ ദിവസമാണ് എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിവസമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അറഫ നല്ല നിലക്ക്, അറഫയുടെ അസറിന്റെ സമയമൊക്കെ നല്ല ഇന്നത്തോടു കൂടി സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം ഉദ്ഹിയത്തിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. ഉദ്ഹിയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരാൾക്ക് ഉദ്ഹിയത്ത് കൊടുക്കാനുള്ള സാമ്പത്തിക കഴിവുണ്ട്, എന്നിട്ട് അദ്ദേഹം ഉദ്ഹിയത്ത് കൊടുക്കുന്നില്ല എങ്കിൽ അതായത് നമ്മുടെ നിസ്കാരപ്പായകൾ അവർ വരരുത് എന്ന്, കാരണം നമ്മുടെ പള്ളിയിൽ വരരുത് എന്ന്. കാരണം ഉദ്ഹിയത്ത് ഹനഫി മദ്ഹബിൽ സാമ്പത്തിക കഴിവുള്ളവർക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഷാഫി മദ്ഹബിൽ സാമ്പത്തിക കഴിവുണ്ടായിട്ട് പോലും ഒരാൾ ഉദ്ഹിയത്ത് അറുത്തില്ല എങ്കിൽ കറാഹത്ത് സംഭവിക്കുമെന്നാണ്. അതുകൊണ്ട് ഉദ്ഹിയത്തിന്റെ കാര്യം പ്രധാനപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഉദ്ഹിയത്ത് എന്ന് ഉള്ളത് അത് നമ്മുടെ വാഹനമാണ്. നാളെ പരലോകത്ത് നിങ്ങൾക്കുള്ള ഉദ്ഹിയത്ത് നിങ്ങൾ നന്നാക്കുക. അന്ത്യനാളുടെ വാഹനമാണ് ഉദ്ഹിയത്ത് എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഹിയത്തിനെ കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ, കാരണം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഹിയത്തിനെ കുറിച്ച് ഒരുപാട് സ്ഥലങ്ങൾ, നിങ്ങൾക്കുള്ള ഉദ്ഹിയത്തെ നിങ്ങൾ ബഹുമാനിക്കുക. കാരണം ഫഇന്നഹാ മതായാകും അല സിറാത്ത്, അതായത് വാളിനേക്കാൾ മൂർച്ചയുള്ള
നദിയേക്കാൾ നേർന്ന ആ നരകത്തിന്റെ മുകളിൽ സുറാത്ത് പാലം വിട്ടുകിടക്കാൻ ഉദൂഹത്ത് നിങ്ങളെ സഹായിക്കുമെന്നാണ്. നാളെ ഖബറിൽ നിങ്ങളെ പുറപ്പെടുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നമ്മെ ആനയിക്കാൻ അതാ ഉദൂഹത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട്. കാരണം അറഫയുടെ നോമ്പിനെ കുറിച്ചൊക്കെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ അതായത് ഖബറിൽ നിങ്ങളെ പുറപ്പെട്ട് ഒരു വിഭാഗമുണ്ട്, അവരുടെ കൗസാഫത്ത് ചെയ്യുന്ന ഒരു രംഗം മലക്കുകൾ. അത് ആരെന്നറിയുമോ? ആ വിഭാഗം അതായത് യൗമു അറഫ, അറഫ ദിവസത്തിൽ നോമ്പ് നോക്കുന്നവരാണ് എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നത്തെ രാത്രിയും നാളത്തെ രാത്രിയും മറ്റന്നാൾ വരുന്ന രാത്രികളും പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ മഗ്‌രിബിന് ശേഷം അതായത് അവ്വാബീൻ എന്ന് പറയുന്ന നിസ്കാരം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാൻ രക്ഷപ്പെടാൻ വലിയ ഒരു അമലാണ്. അതുകൊണ്ട് ഇന്ന് അതിപ്രഗത്ഭമായ രാത്രിയാണ് ഇന്നത്തോടുകൂടി നമുക്ക് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തോടുകൂടി നമ്മുടെ അവ്വാബിന്റെ നിസ്കാരത്തിൽ നാം തുടക്കം കുറിക്കുക. അല്ല, അവ്വാബിൻ എന്ന സുന്നത്ത് 2 റക്അത്ത് നാം നിസ്കരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ സാധാ സുന്നത്ത് നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുക. എന്നാലും അതിനൊരു പ്രധാനപ്പെട്ട ഒരു നിസ്കാരത്തിന്റെ രീതി പറയുന്നുണ്ട്. നിസ്കാരത്തിന് കൈകെട്ടി ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 6 തവണ ഓതി പിന്നെ ഫലക്ക് ഓതുക. 2-ാം റക്അത്തിൽ അങ്ങനെ ഓതിയാൽ ആ നിസ്കാരം കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുപാട് ദുആ ഇജാബത്ത് കിട്ടാൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഉദൂഹത്തിന്റെ മൃഗങ്ങളെ കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുക. അതിന്റെ ഒരു തുള്ളി പ്രിയമുള്ളവരെ ഭൂമിയിലേക്ക് വീഴുമ്പോൾ തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല 4000 പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇതാ സ്വർഗത്തിൽ സ്വർണത്താലുള്ള മണിമാളികൾ, കൊട്ടാരങ്ങൾ, അവിടുത്തെ ആ സ്വർഗത്തിന്റെ വിശേഷങ്ങൾ, അവിടുത്തെ ഗുണങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊട്ടാരത്തിന്റെ ആ മഹിമത ഇങ്ങനെ പറയുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആഗ്രഹം കൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ അത് ആർക്കുള്ളതാണ് നബിയേ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സാമ യൗമ അറഫ, അറഫ ദിവസം ആരാണ് നോമ്പ് നോക്കുന്നത് അവർക്കുള്ളതാണ് എന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ 3 രാത്രികളെ എന്റെ പ്രിയപ്പെട്ടവരെ ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയാൽ തീർച്ചയായും അള്ളാഹു സ്വർഗം നമുക്ക് നിർബന്ധമാക്കുമെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.